ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും അസുഖങ്ങളാണ്. എനിക്കും തൊണ്ട നൊമ്പലവും തണുപ്പ് ആയപ്പോൾ വേദനിക്കുന്നേയും വിഷമിക്കുന്നേയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും അസുഖങ്ങളെല്ലാം മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ ഭക്തമക്കളല്ലേ, എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. രാമ 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 പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. സൗണ്ട് അടച്ചിട്ട് വയ്യ, എന്നാലും നമുക്ക് വായിക്കാം, മുടങ്ങണ്ട. മുമ്പ് ഇതുപോലെ ആയപ്പോഴാണ് നിങ്ങളിനി വായിക്കാം, വീട്ടിലൊക്കെ ഇരുന്ന് വായിച്ചാൽ മതി. അത് ഏതൊരു യൂട്യൂബുകാരനായിരുന്നത്, ഞാനത് നോക്കി, അപ്പം മനസ്സിലായി ഇത് നമ്മുടെ അതൊന്നും വായിക്കുന്ന ആളല്ല. ഒരു സുനിൽ ദത്തെന്നും പറഞ്ഞ ഒരാൾ പലരുടെയും ചാനലിൽ ഇങ്ങനെ ഉള്ളത് എടുത്തിട്ട് അയാൾ ഒരു ചാനലാക്കുന്നതാണ്. ഞങ്ങളങ്ങനെ എൻ്റെ മോൻ അതെടുത്ത് കാണിച്ചത്. ഇതിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. എനിക്ക് അവൻ കാണിച്ചു തന്നു. അപ്പോഴാണ് മനസ്സിലായ ഒരുപാട് പേരുടെ പരിപാടികൾ. അപ്പോൾ എൻ്റെ നോക്കിയാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ വീട്ടിലെങ്ങാണ് ഇരുന്ന് ചൊല്ലുന്നതാണ് നല്ലത്. എൻ്റെത് ഇങ്ങനെ ഇട്ടാൽ വല്ലവരും കാണുമോ? അയാൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടേണ്ടുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എനിക്കെന്തര ശരി വന്നു സത്യത്തിൽ. അങ്ങനെ കച്ചവടത്തിന് കൊണ്ടുപോകണ്ട, ഇതൊന്നും ദൈവവും വിചാരിച്ചു കാണും. നമുക്ക് ഭഗവാൻ ഇന്നലെ ആണ് അവതരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഭഗവാൻ ഇന്നത് ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. പെട്ടെന്ന് തൊട്ട് തന്നെ 4 സഹോദരങ്ങളും ഭഗവാന്റെ കൂടെ തന്നെ 3 പേരും, ഇപ്പം 4 പേരും അങ്ങനെ പിറന്നു. ഭഗവാൻ അവതരിച്ച സമയത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത്ര നല്ല സമയം എന്ന് വെച്ചാൽ 5 ഗ്രഹങ്ങളൊക്കെയാണ് ഉച്ചത്തിൽ നിൽക്കുന്നത്. അതാണ് ഞാൻ എടുത്തത് പറഞ്ഞു തരണമെന്ന്. കാരണം ഇത് അറിയാത്തവരറിയത്തില്ലല്ലോ. അതുകൊണ്ട് അതാ ഇന്നലെ വായിച്ച സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞത്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം 5 ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്നത്. എങ്ങനെ വെച്ചാൽ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ, അത് ഭഗവാൻ, അയോധ്യയിൽ കൗസല്യാത്മജനായാൻ, കൗസല്യയുടെ മകനായി പിറന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം. നക്ഷത്രം പുനർവസു, അതായത് നക്ഷത്രം പുണർന്നമാണ്. നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി, നക്ഷത്രത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ രാശി ഏതാണ്? കർക്കിടക രാശിയാണ്. അപ്പോൾ അവിടെ ഉച്ചം ചെയ്ത് നിൽക്കുന്ന ബൃഹസ്പതി, വ്യാഴം. അപ്പോൾ ചന്ദ്രൻ അവിടുത്തെ അധിപനാണ് താനും. അപ്പോൾ ആ രാശി ചന്ദ്രൻ്റെതാണ്, കർക്കിടക രാശി ചന്ദ്രനുള്ളതാണ്. അവിടെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു വ്യാഴം. പിന്നെയോ കർക്കിടകത്തിൽ അത്യുച്ചസ്ഥനായിട്ടല്ലോ അർക്കനും ഉദയം കർക്കിടകം. ഏത് മാസത്തിലാണ് നമ്മൾ ജനിക്കുന്നത് ആ മാസത്തിൽ തന്നെയാണ് ആദിത്യൻ. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ കർക്കിടക മാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ ആദിത്യൻ 32 ദിവസം ഉണ്ടെങ്കിൽ 32 ദിവസം വരെയും ആദിത്യൻ ആ കർക്കിടകത്തിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് അവിടെ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നു. ഉച്ചം ചെയ്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കൂടെ ചന്ദ്രനും ആദിത്യനും ഉച്ചം ചെയ്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ 3 ഗ്രഹം തന്നെ അവിടെ തന്നെ ആയി. അതിൽ അർക്കജൻ തുലാത്തിലും അർക്കജൻ ശനിയാണ്. അതായത് അർക്കൻ്റെ പുത്രനാണ് ശനിദേവൻ, ശനി. അപ്പോൾ അത് തുലാത്തിൽ ഉച്ചം ചെയ്ത് നിൽക്കുന്നു. ഭാർഗവൻ മീനത്തിലും. ഭാർഗവൻ എന്ന് വെച്ചാൽ ശുക്രന്, അതായത് ശുക്രാചാര്യർക്ക് ഭാർഗവൻ എന്നൊക്കെ പേരുള്ളത്. അപ്പോൾ ശുക്രൻ മീനത്തിൽ ഉച്ചം ചെയ്ത് നിൽക്കുന്നത്. അത് അപ്പോൾ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. വക്രൻ ഉച്ചസ്ഥനായി മകരൻ രാശി നിൽക്കുന്നത് ചൊവ്വ.
ചൊവ്വായ്ക്ക് ഉച്ചൻ രാശി മകരമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അത് പഞ്ചഗ്രഹങ്ങളും 5 ഗ്രഹങ്ങളും ഉച്ചം ചെയ്ത് നിൽക്കുന്ന ഒരു സമയം. നമുക്കൊക്കെ അങ്ങേറ്റം പോയ ഒരു ഗ്രഹങ്ങളങ്ങനെ ഒന്നീ അധിപനായിട്ടോ ഉച്ചനായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ. ചിലർക്കൊക്കെ വലിയ ഭാഗ്യവാന്മാർക്കൊക്കെ ചിലപ്പം 2 ഗ്രഹങ്ങളൊക്കെ നിൽക്കുമായിരിക്കാം. അങ്ങനെ വക്രനും ഉച്ചസ്ഥനായി മകരൻ രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടാൻ ജഗന്നാഥൻ. എങ്ങനെ ഇത്രയും ഒത്തു വരുന്നൊരു സമയമൊക്കെ കിട്ടുന്നെന്ന് ആലോചിക്കുക. ഭഗവാന്റെ ഒരു അത്ഭുതമേ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. ദിക്കുകളെല്ലാം പ്രസാദിച്ചു. കാരണം ഇത്ര ഒരു സമയം അവർക്ക് കിട്ടൂ. ഇപ്പോൾ ഭഗവാൻ ശ്രീരാമ ഭഗവാന്റെ ആ അവതാര സമയം എത്രമാത്രം ശോഭയേറിയ, അത്ര അതില്ലേ ഭഗവാൻ അതിഭയങ്കര ശക്തിയല്ലേ, എല്ലാം കൊണ്ട് ഉച്ചമല്ലേ. ഉച്ചചന്ദ്രൻ അത്രമാത്രം ബലവാനാണ്, ശക്തിമാനാണ്. സാധാരണ ഒരു ഭഗവാന്റെ അവതാരം അല്ല, അതിഭയങ്കരമായ ഒരു അവതാരമാണ് ഭഗവാൻ ശ്രീരാമൻ. അപ്പോൾ ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യ നക്ഷത്രം കൊണ്ട്. പോയ നക്ഷത്രമാണെന്ന് തോന്നുന്നു കൈകേയി പ്രസവിച്ചത് ഭരതനെ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റതു പുത്രദ്വയം. സുമിത്രയ്ക്ക് ദ്വയം 2 മക്കളെ പെറ്റാന്ന് പ്രസവിച്ചു സുമിത്ര, ലക്ഷ്മണനും ശത്രുഘ്നനും. അത് കൗസല്യാമ്മയുടെ പകുതി പായസം സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പം അതായിരിക്കും ലക്ഷ്മണന് ഭഗവാനോട് ശ്രീരാമനോട് ഒന്നായി ചേർന്ന്. കാരണം അവർ സ്വന്തം അനിയനും ജ്യേഷ്ഠാണ്, പായസം കൊണ്ടാണല്ലോ ഈ മക്കളുണ്ടായത്. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും അത് ഒന്നായി. അതുപോലെ കൈകേയി കൊടുത്തു ഒരു പങ്ക്. അപ്പോൾ അത് ശത്രുഘ്നനും ഭരതൻ കൈകയുടെ മകനാ. അപ്പോൾ ഭരതനും ശത്രുഘ്നും ഒരുപോലെ യോജിപ്പാ, ലക്ഷ്മണനും ശ്രീരാമനും ഒരുപോലെ യോജിപ്പാ. കാരണം 2 തള്ളന്മാരും കൊടുത്തതിൻ്റെ പങ്കാണ് ആ ഓരോ മക്കൾ. അതാണ് അങ്ങനെ വന്നത്. അപ്പോൾ പിറ്റേന്നാൾ സുമിത്രയും പറ്റിയതു പുത്രദ്വയം. പായസം പുത്രകാമേഷ്ടി യജ്ഞം യാഗം നടത്തിയതാണല്ലോ ഈ പായസം കൊടുത്താണ് മക്കൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷൻ. ഭഗവാൻ ജന്മരഹിതനാണ്, ജനനവർണ്ണങ്ങളില്ലാത്ത ഭഗവാനാണ്. ലോകർക്ക് വേണ്ടി ജനങ്ങളുടെ വിഷമത്തിനും വേദനയ്ക്കും അത്രമാത്രം ഭയാനകമായ വിഷമവും കരച്ചിലും കൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ തന്നെ മായ, വിഷ്ണുമായയുടെ ആ രൂപം എടുത്താണ് വിഷ്ണു മായാശക്തി, ആ മായ പ്രയോഗിച്ച് ശരീരം എടുത്തു. അല്ലെങ്കിൽ ഭഗവാൻ അരൂപിയാണല്ലോ പരമാത്മാവ്. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോട് അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. അങ്ങനെ ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ട് ആ അമ്മയെ കാണിച്ചത് എങ്ങനെയാ? ഭഗവാന്റെ വൈഷ്ണവ രൂപമാണ് കാണിച്ചത്. ഈ ഭുവനേശ്വരൻ വിഷ്ണു, ഭഗവാൻ വിഷ്ണുവിൻ്റെ ചിഹ്നത്തോട് അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്ക്. അപ്പോൾ കൗസല്യാമ്മ ചിരകാലം തപസ് ചെയ്ത് എന്തിനാ ഭഗവാനെ പോലൊരു മകൻ വേണമെന്ന്. അപ്പോൾ പിന്നെ സാധാരണ കൊച്ചൻ്റെ രൂപം കണ്ട അതിൻ്റെ അന്ന് കൊടുത്ത വരം തെറ്റിപ്പോകത്തില്ലേ? അതുകൊണ്ട് ആ രൂപം അമ്മയെ കാണിക്കട്ടെ, അതുകൊണ്ട് കാണിച്ചതാണ്. സഹസ്ര കിരണന്മാർ ഒരുമിച്ച് ഒരു നേരം അമ്മ കാണിക്കുന്ന രൂപമാണ്. 1000 കിരണന്മാർ ആദ്യത്തെ ഒരേ സമയം ഉദിച്ചുയരുന്നത് പോലെ. സഹസ്ര കിരണന്മാർ ഒരുമിച്ച് ഒരു നേരം സഹസ്രയുധം ഉദിച്ചുയരുന്നത് പോലെ. സഹസ്ര പത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോര് നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്യ അമൃത രസ സമ്പൂർണ്ണ നയനവും. അത്രമാത്രം കാരുണ്യം കണ്ണിക്കൂടെ ഒഴുകുന്ന, അത്രമാത്രം കരുണരസം നിറഞ്ഞ കണ്ണുകളോടുകൂടിയ ആ ഭഗവാനെ ആരുണ്യാംബര പരിശോഭിത ജഘനവും, അതായത് ചുവന്ന വസ്ത്രത്താൽ ശോഭിക്കുന്ന അരക്കെട്ട്, ശംഖചക്രാബ്ജഗത ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി. ഭക്തന്മാർക്ക് കണ്ട് മനസ്സിലാകത്തോണ്ട് അത്ര വാത്സല്യത്തോടു കൂടിയ ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോര് എന്താ പാവന ശ്രീവത്സവം. ഭഗവാന്റെ മാറിലൊരു ശ്രീവത്സവം ഉണ്ടല്ലോ, അത് ഭക്തന്മാർക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ അത്ര ഭക്തവാത്സല്യമാണെന്ന്. കാരണം ഭഗവാന് കോപമില്ല, എപ്പോഴും സ്നേഹവും വാത്സല്യമൊക്കെയാണ്, അതിൻ്റെ അടയാളമാണത്. അതൊരു കഥയുണ്ട്. 3 അത് പിന്നെ പറയാൻ സമയം പോകും. അങ്ങനെ ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവം. കുണ്ടല മുക്താഹാര കാഞ്ചി നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡല വദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും
മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്മ അറിഞ്ഞു ഇത് യഥാർത്ഥ ഭഗവാൻ നാരായണനാണെന്ന്. അതെല്ലാം കണ്ടപ്പോൾ അമ്മ ആനന്ദം കൊണ്ട് തുള്ളുക. അത്രമാത്രം സന്തോഷം അമ്മയ്ക്കായി. അങ്ങനെ അറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരേ സ്തുതിച്ചു തുടങ്ങിനാൾ. ആ അമ്മ സന്തോഷം കൊണ്ട് ഇത് ഭഗവാനാണല്ലോ എന്നറിഞ്ഞപ്പോൾ തെരുതരേ അങ്ങ് സ്തുതിപ്പ് തുടങ്ങി. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നു. ഭഗവാൻ എന്താ കർമ്മം ചെയ്യുന്നത്? ഭഗവാൻ ഒരു കർമ്മവും ഇല്ല, അരൂപിയാണ്. ഒരു കർമ്മവും ഭഗവാൻ ചെയ്യേണ്ടതായില്ല. എന്നാലിവിടെ ഭഗവാന്റെ ഭാര്യയായ മായാദേവിയെ കൊണ്ട്, മഹാമായക്ക് ദേവിയെ കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. നമ്മളെയൊക്കെയും സൃഷ്ടിച്ച് നമ്മളെയൊക്കെയും രക്ഷിക്കുന്നു. നമുക്ക് അവസാനം നമ്മളെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നു. ഇത് ആ മായാദേവി ചെയ്യുന്നു. നമുക്ക് തോന്നിക്കുന്നത് ഭഗവാനാ ചെയ്യുന്നത്, നമുക്ക് തോന്നിക്കുന്നു. പക്ഷെ ഇവിടെ ചെയ്യുന്നതെല്ലാം അമ്മ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ് ദേവി പലപ്പോഴും പറയുന്നത്. അത് നമുക്ക് തോന്നിക്കുന്നു ഭഗവാനാ ചെയ്യുന്നതെന്ന്. എന്നാൽ ഇതെല്ലാം മഹാമായയാണ് ചെയ്യുന്നത്. സത്വാദി ഗുണത്രയ ആശ്രയിച്ച് എന്തിനിത് എന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. ഈ സത്വാദി ഗുണത്രയ, അത് 3 ഗുണങ്ങളും ആശ്രയിച്ചാണല്ലോ ഈ പ്രപഞ്ചം. അതാണ് മഹാമായ അമ്മയ്ക്കാണ് ഇതൊക്കെ ഇതൊക്കെ ത്രിഗുണങ്ങളോടുകൂടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും ഗുണങ്ങൾ നമ്മളിൽ. ചിലർക്ക് വർദ്ധിച്ചിരിക്കും ചില ഗുണങ്ങൾ, നല്ല സാത്യ ഗുണങ്ങൾ ചിലപ്പോൾ ഏറിയിരിക്കും, ചിലപ്പം കുറഞ്ഞിരിക്കും, ചിലപ്പം തമോ ഗുണമായിരിക്കും. അതുകൊണ്ട് സത്വാദി ഗുണത്രയം 3 ഗുണങ്ങളും ആശ്രയിച്ച് ഇതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. ഇതൊക്കെ ഒരു ഉത്തമന് പോലും അറിയാൻ പാടാണ്. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ. ഭഗവാൻ ഇത്രമാത്രം പ്രാർത്ഥിക്കുക അമ്മ. നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി. ഒരഹങ്കാരമില്ലാത്ത ഭഗവാൻ, നിർവികാരൻ, ഒരു വികാരമില്ല. നിഷ്കളൻ, അത്രമാത്രം നിഷ്കളൻ. നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ. നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ. അദ്വയൻ ഏകനാണ്. അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ചയ ജീവൻ സനകാദിപി സേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. ആ അമ്മ ഇതൊക്കെ പ്രാർത്ഥിക്കുക ഭഗവാനെ. നാരായണനാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ അകമഴിഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അമ്മ പറയുന്നു ഭഗവാന്റെ ജഡരം വയറില് അന്തമില്ലാതോളം, ഒരു കണക്കില്ലാതെ വണ്ണം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുക ഭഗവാന്റെ വയറിൽ ഉള്ളിൽ. പ്രളയമൊക്കെ വരുമ്പോൾ നമ്മളെ എല്ലാം ഭഗവാന്റെ വയറിലേക്കല്ലയോ ആകർഷിച്ച് എടുക്കുന്നത്. സർവ്വതും ഉള്ളിലാക്കുവാണ് ഭഗവാൻ എല്ലാം. അതുകൊണ്ട് അന്തമില്ലാതോളം ബ്രഹ്മാണ്ടം കിടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എന്നുടെ കൗസല്യയുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പോറ്റി? ആ അമ്മയ്ക്ക് അറിയാൻ പണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ തപസ് ചെയ്തിട്ട് ഭഗവാനെ തന്നെ മക്കളായി വരണമെന്ന് പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനുഷ്യനായിട്ട് ഓർമ്മ വരത്തില്ലല്ലോ. ഇതിന് ഭഗവാനത് പറഞ്ഞു കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത്ര ബ്രഹ്മാണ്ടങ്ങളെല്ലാം കിടക്കുന്ന ഭഗവാന്റെ വയറിൽ എല്ലാത്തിനെയും വഹിച്ചു കൊള്ളുന്ന ഭഗവാൻ എന്താ എൻ്റെ ഈ
കൗസല്യാമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ വന്നത് പോറ്റി, അതെന്താ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ ഉള്ളിൽ കിടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എന്നുടെ ജഠരത്തിൽ വയറിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാം എനിക്കിപ്പോൾ. ഇത് പരമഭക്തന്മാർക്ക് പോലും കിട്ടാത്ത ഉള്ളൊരു അവർക്കാണ് ഇതൊക്കെ വിഷയങ്ങൾ. അവരാണ് യോഗികൾ. അങ്ങനെയുള്ളവർക്കല്ലയോ ഭഗവാൻ പ്രത്യക്ഷമാവുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ പ്രത്യക്ഷമായാണ് സ്വന്തം മകനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള പാരവശ്യം വ്യക്തമായി ഇവിടെ കാണായി വന്നു. ഈ മുക്തയായി ഈ മൂഢയായി എനിക്ക്, ഞാൻ അത്രമാത്രം അറിവില്ലാത്തോളം മൂഢയല്ലയോ ഭഗവാനെ, എനിക്കിങ്ങനെ കാണായി വന്നു. ഇത്രയെല്ലാം ഭക്തന്മാർക്കാണ് ഇതിൻ്റെ വിഷയങ്ങളെല്ലാം വേണ്ടുന്നത്. ഇവിടെ എന്നോട് ഇത്രയും ഇതെല്ലാം വരുത്തി കൂട്ടി ഇങ്ങനെ എനിക്ക് കാണായി വന്നു. ഈ ഒരു പാരവശ്യം വ്യക്തമായി എനിക്ക് കണ്ടല്ലോ. ഈ മുക്തയായി എനിക്കിപ്പോൾ, ഈ മൂഢയായി എനിക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചല്ലോ. ഭർത്തൃപുത്ര അർത്ഥ ആകുല സംസാര ദുഃഖാംബുധവും, അതായത് ഭർത്താവ്, മക്കൾ, ധനം, ഇതെല്ലാം ദുരിതാബ്ധിയിലാണല്ലോ നമ്മളെല്ലാം കിടക്കുന്നത്. എത്ര സുഖമായാലും ഓരോ രീതി നോക്കും വിഷമങ്ങളാണല്ലോ. അതുകൊണ്ട് ഭർത്തൃപുത്രാർത്ഥ ആകുല സംസാര ദുഃഖാമുദവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നീ. അങ്ങനെ ആ അമ്മ പറയുന്നു, ഈ ദുരിതാബ്ധിയിൽ കിടക്കുന്ന, അങ്ങനെയുള്ള ദുഃഖത്തിൽ കിടക്കുന്ന ഞാനാണ് നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മ ഭ്രമിക്കുക, ഇതെന്താ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വരാനുള്ള കാരണം? പ്രസവിച്ചപ്പം കുഞ്ഞ് സാധാരണ ആണെന്ന് കരുതി, പക്ഷേ ഭഗവാന്റെ രൂപം കണ്ടപ്പോഴല്ലയോ മനസ്സിൽ നാരായണനാണല്ലോ, എന്താ ഇത് ഇങ്ങനെയുള്ളൊരു അത്ഭുതം. അതുകൊണ്ട് ഭ്രമിക്കുക ആ അമ്മ. എന്നിട്ട് നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഈ കാണാകിയ രൂപം ദുഷ്കൃതം ഒടുങ്ങുവാൻ, ഈ അമ്മയുടെ ദുഷ്കൃതങ്ങളൊക്കെ ഒടുങ്ങുവാൻ വേണ്ടി ആ ഭഗവാന്റെ ഈ കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം, എൻ്റെ ഉള്ളിൽ വസിക്കണം എപ്പോഴും. അതാ അമ്മ പറയുന്നത്. നോക്ക്, എന്നാൽ എന്നും എപ്പോഴും എന്നോട് ഭഗവാൻ ഇങ്ങനെയുള്ളതല്ല അവർ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഉൾക്കാമ്പ്, എൻ്റെ ദുഷ്കൃതം ഒടുങ്ങോളം, എൻ്റെ പാപം ഒടുങ്ങോളം ഭഗവാൻ എൻ്റെ ഉള്ളിൽ വസിക്കണം. കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഈ കാണാകെ രൂപം എന്തുമാത്രം ഒരു ഇതാ അമ്മയുടെ പ്രാർത്ഥന. ചിലരാണെങ്കിൽ പ്രാർത്ഥിക്കാം ഭഗവാൻ എൻ്റെ മകനായിട്ട് വന്നു, എന്നും ഭഗവാന്റെ കൂടെ നിൽക്കട്ടെ എന്നല്ലേ പറയും. ഇത് ആ അമ്മ പെട്ടെന്ന് പറയാൻ എന്താണെന്നറിയാമോ? ഇതാരും കാണാതെ വെക്കാതെ മറച്ചു പിടിക്കണേന്നാണ്. അത് കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഈ കാണാകെ രൂപം ദുഷ്കൃതം ഒടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചടായമാം ലക്ഷ്മീപതേ. അതുകൊണ്ട് മോഹിപ്പിക്കരുതേ എന്നാ അമ്മ പറയുന്നത്. എത്ര ഭക്തിയാണ്. ചിലരങ്ങനെയാണോ, അയ്യോ എനിക്ക് ഈ ലോകത്ത് എൻ്റെ ഭഗവാൻ എനിക്ക് മകനായി വന്നു, ഇനി എനിക്ക് ലോകം മൊത്തം കെട്ടിപ്പിടിച്ച് അടക്കി വയ്ക്കാം, എൻ്റെ ഭഗവാൻ എന്നോടുണ്ട്, ഞാനിനി ആരാണ് എന്നുള്ള മോഹമല്ലേ വരൂ. അതുകൊണ്ട് ഈ അമ്മ എന്താ പ്രാർത്ഥിച്ചത്? വിശ്വമോഹിനിയായ ഭഗവാൻ നിന്നുടെ മഹാമായ. അത് ഈ മോഹം എന്താണ്? മഹാമായ. അത് നമ്മളിലൊക്കെ ഉണ്ട് ഈ മായ. ആഗ്രഹമാണ് മായ. അത് സാധാരണ അറിവില്ലാത്തവർ ചിന്തിക്കും, ഭഗവാൻ വന്നിനി എനിക്ക് എന്താ പേടിക്കാനുള്ളത്, അത് മായയാണ്. പക്ഷെ ഇവിടെ മായ മാറിയ അമ്മ പറയുന്നത് എന്താണെന്നറിയാമോ? വിശ്വേശ മോഹിപ്പിച്ചിടായ, എനിക്ക് ഭഗവാനിവിടെ വന്നു അവതരിച്ചു, ഇതൊക്കെ എനിക്ക് കണ്ടു, പക്ഷെ എന്നെ മോഹിപ്പിക്കല്ലേ. നമ്മളും അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ മതി ഭഗവാൻ. അതായത് പുറമേ കാണിച്ചിട്ട് ഈ ലോകം മൊത്തം കെട്ടിപ്പിടിക്കാനുള്ള ചിന്തയല്ല വേണ്ടുന്നത്. അറിവില്ലാത്ത മൂഢന്മാർക്കാണ് ഇങ്ങനെ അവസ്ഥ വന്നാൽ, എനിക്ക് ഭഗവാനെ കിട്ടി, ഇനി ലോകം മൊത്തം എൻ്റേതാണ്, ഭഗവാനാണല്ലോ എന്നല്ല, അതാണ് മോഹം, അത്യാഗ്രഹം. ഇത് നമുക്ക് വിട്ടുമാറണം. ഈ മായയാണ്, അത് വിട്ടുമാറണം. ഈ അമ്മ അത് ഇല്ലാത്ത ആളാണ്. മോഹമില്ല, എനിക്ക് വരുത്തല്ലേ എന്നാ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്. മോഹിപ്പിക്കല്ലേ, ഒരിക്കലും മോഹിപ്പിക്കല്ലേ. അത്യാഗ്രഹങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് ലോകം, അതിനകത്ത് ഒന്നിനും ചാടി നമ്മൾ വഴിതെറ്റി പോകരുതേ. എപ്പോഴും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ മതി. വിശ്വമോഹിനിയായ നിങ്ങളുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചടായ മാം ലക്ഷ്മീപതേ, ലക്ഷ്മിയുടെ ഭർത്താവേ എന്നാണ് ഭഗവാനോട് പറയുന്നത്. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം, ഈ വൈഷ്ണവമായ ഈ രൂപം ഇത് അലൗകികമാണ്. ഇത് ഈ വിഷ്ണുരൂപം ദേവേശ മറയ്ക്കണം, മറ്റുള്ളവർ കാണും മുമ്പേ എന്നാണ് പറയുന്നത്. എത്രമാത്രം അമ്മ പറയുന്ന ഒരു വാക്ക്. സാധാരണക്കാരങ്ങനെ പറയത്തില്ല. എന്താ ഭഗവാൻ എനിക്ക് വന്നല്ലോ, എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണമെന്നേ ചിന്തിക്കത്തുള്ളൂ. ഇവിടെ ഭഗവാനെ ഈ രൂപം ഈ കേവലം ഇത് അലൗകികമാണ്,
ലൗകികം അല്ലാത്തതിന് അലൗകികം. അത് വൈഷ്ണവരൂപമായ ഈ രൂപം, ഭഗവാന്റെ ഈ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ എന്നാണ് ആ അമ്മ, നിഷ്കളങ്കമായ അമ്മ പറയുന്നത്. ലാളന ആശ്ലേഷാദ്യ അനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ്മ കാട്ടണം ദയാനിധേ. എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കാനുള്ളതാണ്. ലാളന ആശ്ലേഷാദ്യ അനുരൂപമായിരിപ്പൊരു ഒരു കുഞ്ഞായി എനിക്ക് ആ കുഞ്ഞിനെ എടുത്ത് ലാളിക്കണം, സ്നേഹിക്കണം, ആശ്ലേഷിക്കണം. അങ്ങനെ ലാളിക്കുക, ആലിംഗനം ചെയ്യുക എന്നിവയ്ക്ക് യോജിച്ച അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ വേണം. അതുകൊണ്ട് ലാളന ആശ്ലേഷാദ്യ അനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ, ഒരു കുഞ്ഞിനെ, ഒരു കുട്ടി ബാലനെ ഭാവത്തെ മമ്മ കാട്ടണം, അങ്ങനെ കാണിക്കണം ദയാനിധി. പുത്രവാത്സല്യ വ്യാജമായി പുത്രവാത്സല്യ അവ്യാജമായ, ഇവിടെ വ്യാജം കള്ളത്തരമല്ലയോ, അതുകൊണ്ട് പുത്രവാത്സല്യ അവ്യാജ കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത പരിചരണത്താലേ, എനിക്ക് കാപട്യമില്ലാത്ത പരിചരണം കൊണ്ട് വേണം എന്താ കടക്കണം, ദുഃഖ സംസാരം. ഈ ദുഃഖമാകുന്ന ഈ സംസാര സാഗരം, സാഗരം എന്താണ്, അത്രത്തോളം കടുപ്പമാണ്, സമുദ്രം പോലെയാണ് ദുഃഖങ്ങൾ. സുഖം വന്നിട്ടായാലും ദുഃഖം, എല്ലാവർക്കും ദുഃഖവും സുഖമാണ്. അതുകൊണ്ട് നമ്മളിവിടെ സംസാരം എന്ന് പറയുന്നത്, അതിനെ കടക്കണം എങ്ങനെയാ, നിഷ്കളങ്കമായ ഭക്തിയോട് തന്നെ എനിക്കിവിടം കടക്കണം. അവനോട് വ്യാജമെന്ന് വായിക്കാതെ പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ കടക്കണം. ദുഃഖ സംസാരാർണവം, ആർണവം സമുദ്രം, ദുഃഖമാകുന്ന അർണവം, അതായത് സമുദ്രം പോലെ ഉള്ള ദുഃഖങ്ങളെല്ലാം എനിക്ക് എങ്ങനെ ഇവിടുന്ന് കരകയറ്റി പോകണം. ഭഗവാനെ യഥാർത്ഥമായി പ്രാർത്ഥിച്ച് ഈശ്വരനെ അറിഞ്ഞ് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി കാപട്യമില്ലാത്ത അങ്ങനെ വേണം എനിക്കിവിടം കടന്നു പോകാമെന്നാണ് നിഷ്കളങ്കമായ അമ്മയുടെ പ്രാർത്ഥന. അങ്ങനെ നിഷ്കളങ്കമുള്ള അമ്മയ്ക്കല്ലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ ആ നിഷ്കളങ്കത്തിൻ്റെ കൂടുതലാണല്ലോ ഭഗവാൻ അവതരിച്ചത് പോലും, അല്ലെങ്കിൽ കിട്ടൂ ആർക്കെങ്കിലും. അതുകൊണ്ട് പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. ഭഗവാൻ പറയുന്നു, മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നത് എന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. അമ്മേ മാതാവേ ഭവതിക്ക് എന്താണ് ഇഷ്ടം, എങ്ങനെയാണ് ഇഷ്ടം, കുഞ്ഞിനെ ലാളിക്കണോ, അങ്ങനെ എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. അതെന്താണ് ആവശ്യം, ഭവതിക്ക് എന്തിഷ്ടമാകുന്നത് എന്നാൽ അത് ഏതും അതിനൊരു അന്തരവുമില്ല, അങ്ങനെ തന്നെ സംഭവിക്കും, ചിന്തിച്ച വണ്ണം തന്നെ വരും. അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വരുമെന്ന് ശ്രീരാമ ഭഗവാൻ ഇങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞു. ഭഗവാൻ അവതരിച്ച് കാണിച്ചും കൊടുത്തു. ആ അമ്മയുടെ ആഗ്രഹം തന്നെ അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ വരുമെന്നും പറഞ്ഞു. എന്തൊരു നല്ലൊരു അങ്ങനെയൊക്കെ ഇനിയൊരു കാലം അങ്ങനെ ഉണ്ടാവുമോ? ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം, അതായത് അഹങ്കാരം വർദ്ധിച്ച രാവണൻ, മതം വർദ്ധിച്ചിട്ട് അങ്ങനെ രാവണനെ കൊന്നിട്ട് സമ്മോദം ലോകങ്ങൾക്ക് ആനന്ദം ഉണ്ടാക്കണം. ലോകങ്ങൾക്ക്, ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും, നമ്മൾ അന്നുണ്ടെങ്കിലും ഇന്നുണ്ടെങ്കിലും എപ്പോഴും ഭഗവാൻ അന്ന് വന്നെങ്കിലും ഇന്നും ഭഗവാന്റെ മനസ്സ് നമുക്ക് സന്തോഷം തരണം തന്നെയാണ്. അത് അന്ന് വന്നങ്ങ് പോയി പിന്നെ അതില്ല എന്നല്ല, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിലാക്കുമ്പോൾ ഭഗവാൻ ഇന്നും നമ്മൾ അതുപോലെ തന്നെ സന്തോഷം തരും നമുക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് എങ്ങനെ സന്തോഷം കൊടുക്കാൻ വന്നോ ആ പരമാത്മാവ് തന്നെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ വരണം. അത് അമ്മയും അങ്ങനെ പ്രാർത്ഥിച്ച കൗസല്യമ്മ, എൻ്റെ ഉള്ളിൽ വരണം, എനിക്ക് കാപട്യമില്ലാതെ തന്നെ ഭഗവാനിൽ ഭക്തി കൊണ്ടും ഭഗവാന്റെ സേവ ചെയ്തും എനിക്ക് ഈ സംസാരാർണം കടക്കണം. അങ്ങനെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ദുർമതം വളർന്നിട്ട് രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം, പണ്ട് എന്താണ്, ബ്രഹ്മശങ്കര പ്രമുഖ അമര പ്രവരന്മാർ, ബ്രഹ്മാവും ശങ്കരനും ഭൂമിദേവിയും ദേവന്മാരും എല്ലാം പണ്ട് പ്രാർത്ഥിച്ച് നിർമ്മല പദങ്ങളാൽ സ്തുതിച്ച് സേവിച്ചത് കൊണ്ട് സേവിക്കയാൽ മാനവ വംശത്തിൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു. മുമ്പ് അങ്ങനെ തപസ് ചെയ്ത അമ്മ, അതായത് ഇവരും ഇങ്ങനെ തപസ് ചെയ്യുന്ന ഫലമാണ് ഞങ്ങളുടെ ഭൂമിയിൽ വന്നതെന്ന് ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അതുകൊണ്ട് ഈ അഹങ്കാരം പെടുത്ത ഈ രാവണനെ കൊന്നിട്ട് ലോകത്ത് എല്ലാവർക്കും ആനന്ദം വരുത്താനാണ്. അതുകൊണ്ട് ബ്രഹ്മശങ്കര പ്രമുഖ അമര പ്രവരന്മാർ നിർമ്മല പദങ്ങളെ സ്തുതിച്ച് സേവിക്കയാൽ, അന്ന് പുരുഷസൂക്തം ചൊല്ലി ബ്രഹ്മാവ്
പ്രാർത്ഥിച്ചതുകൊണ്ടാണല്ലോ ഭഗവാൻ അവിടെ ബ്രഹ്മാൻ പ്രത്യക്ഷമായ എന്തെല്ലാം ശോഭയോട് അങ്ങനെയല്ലയോ ഇത് ഇങ്ങനെ വരാം എന്ന് അവതരിക്കാൻ ദശരഥ മഹാരാജൻ്റെ ഭവനത്തിൽ അവതരിക്കാനെല്ലാം ഭഗവാൻ പറഞ്ഞനുസരിച്ചല്ലേ വന്നത്. അങ്ങനെ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ച് സേവിക്കയാൽ മാനവ വംശത്തിങ്കിൽ മനുഷ്യവംശം നിങ്ങൾക്ക് തനയനായി മാനുഷ വേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ച് സേവിച്ച് ചിരകാലം ഒരുപാട് കാലം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചു തപസ് ചെയ്തു മകനായി ഞാൻ തന്നെ വരണമെന്ന്. അങ്ങനെ പൂർവ്വജന്മനി പുനരത് കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ഇപ്പം അതുകൊണ്ടാണ് ഈ ഭൂതകമായ കാലം ഭഗവാന്റെ യഥാർത്ഥമായ പണ്ടേ ഉള്ള ഒരു രൂപം വൈഷ്ണവ രൂപം അത് നിങ്ങൾക്ക് കാട്ടിത്തന്നത് നിങ്ങൾ തന്നെ അന്ന് ചിരകാലം തപസ്സേൻ്റെ ഫലമായാണ് ഞാനിപ്പോൾ എൻ്റെ വൈഷ്ണവരൂപം നിങ്ങൾ കാട്ടിത്തന്നതേ എന്നിവിടെ പറഞ്ഞു. എന്തൊരാനന്ദം ഇതൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ആലോചിച്ചത്. ആരും ഇങ്ങനെ മനസ്സിലാക്കി വായിച്ചാൽ എന്തൊരാനന്ദമാ. എല്ലാ ഗ്രന്ഥങ്ങളും എന്തിനാ നമ്മൾ വായിക്കുന്നത്? എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥം ഉൾക്കൊണ്ട് നമ്മളതിനെ പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ ആക്കണം. അപ്പോൾ നമ്മൾ ആനന്ദമായി നമ്മൾ നിറയും. അതാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.